വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ അനിലണ്ണൻ്റെ ലോഫ്റ്റിലാണ്. നമ്മൾ ഓൾറെഡി 2 ദിവസത്തെ വീഡിയോ, 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിംഗ് സ്റ്റോക്ക്, അനിലണ്ണൻ്റെ കയ്യിലുള്ള ബ്രീഡിംഗ് സ്റ്റോക്ക്, അനിലണ്ണൻ അറിയാവുന്ന കുറേ ഏകദേശം പ്രാവിൻ്റെ കുറച്ച് അധികം ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ അധികം പ്രാവിൻ്റെ ഡീറ്റെയിൽസ്, ഫുഡിൻ്റെ കാര്യങ്ങളായാലും പ്രാവിൻ്റെ പറത്തുന്ന രീതിയിലായാലും, അതേപോലെ തന്നെ എങ്ങനെയുള്ള പ്രാവിനെ നമ്മൾ സെലക്ട് ചെയ്യണം, ഒരു ടൂർണമെൻറ്റ് പോയി വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള പ്രാവിനെ സെലക്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ആക്ച്വലി ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ്. ഇതാണ് അനിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതാണ് അനിലാണ്. നമ്മളിപ്പം എടുക്കുന്ന ഒരു സെയിൽ പോസ്റ്റാണ് കിടക്കുന്നതിൽ കുഞ്ഞുമരട്. അതേപോലെ തന്നെ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ബ്രീഡിംഗ് പെയർ, ആർക്കെയും ബ്രീഡിംഗ് പെയർ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വീഡിയോയിലും ഏകദേശം ഒരു 10-12ഓളം പെയർ ബ്രീഡിംഗ് സ്റ്റോക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദൂരോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനിലണ്ണനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അനിലണ്ണൻ പറഞ്ഞു തരും. എന്താ പറയുക, ടൂർണമെൻറ്റ് പറന്ന പ്രാവളും ഉണ്ടല്ലോ, ടൂർണമെൻറ്റ് പറന്ന പ്രാവളും ഉണ്ട്. അനിലണ്ണൻ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഗ്യാരണ്ടി ആയിട്ട് ഇത്ര മണിക്കൂർ പറക്കുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നേരിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഇതിൻ്റെ പാരൻറ്റും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പേര് കുഞ്ഞന്മാർ നമുക്ക് എന്താ പറയുക, പാരൻറ്റ് ഇത് തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പ്രാവാണ് ഇത്. പാരൻറ്റ് ജസ്റ്റ് ഒന്ന് അതും കൂടെ ഫീമെയിലും കൂടെ ഒന്ന് കാണിച്ച്. ഓക്കെ, ഇതാണ് പാരൻറ്റ്. ഇതിപ്പോൾ ഒരു 4 മാസം മുമ്പ് എടുത്തോണ്ട് വന്നത്. എത്ര ദിവസമായി കാണാൻ എടുത്തോണ്ട് വന്നിട്ട്? 4 മാസമായി ഈ പേരെടുത്തോണ്ട് വന്നിട്ട് അതിലിറങ്ങിയ കുഞ്ഞന്മാരാണ്. ഇതിപ്പോൾ എത്ര കള്ളിയായിട്ടുണ്ടോ ജസ്റ്റ് ഇവരെയും കൂടെ. ഇതാണ് പാരൻറ്റ് സ്റ്റോക്ക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റ് സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുഞ്ഞന്മാരെ കൂടെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുഞ്ഞന്മാർ ജസ്റ്റ് ഒന്ന്. ഇത് ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ കള്ളിയൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് കല്ലി പൊട്ടിയിട്ടേ ഉള്ളൂ. ഇവിടെ പറത്തിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹവായി കൂട്ടിലൊക്കെ ഇട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട്, 2 വീക്സ് അല്ലല്ലോ, ഒരു കുറച്ച് അധികം കഴിഞ്ഞിട്ട് ഒരു 2 കല്ലിയൊക്കെ ആകുമ്പോൾ പറത്തിയാൽ മതിയല്ലോ. 2 കല്ലി 3 കല്ലിയൊക്കെ ആകുമ്പോൾ പറത്തിയാൽ മതി. ഇപ്പോൾ ഇതാണ് പ്രാവ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ട് അനിലനോട് ചോദിച്ചാൽ അനിലണ്ണൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ അടുത്ത് 2ാമത്തെ ആൾ അനിലണ്ണൻ വന്നിട്ട് മോസ്റ്റ്ലി വന്നിട്ട് എല്ലാ പ്രാവുകളും സിംഗിളായിട്ടായിരിക്കും ഇട്ട് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രാവുകൾ ക്വാളിറ്റി വന്നിട്ട് സൈസ്, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല പക്കാ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കും. ഇത് ജാക്കിപ്പുള്ളി അതിൻ്റെ ആ കുഞ്ഞിരിക്കുന്നതിൻ്റെ അതിൻ്റെ മൂത്ത കുഞ്ച്. ഓക്കെ ഓക്കെ, അതിൻ്റെ പാരൻസിന് ആദ്യം ഇവിടെ ജസ്റ്റ് കൂടുതൽ കാണിച്ചു. ഇതാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഇതാണ് വന്നിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും. അതാണ് അച്ഛനും അമ്മയും കുഞ്ഞിരിക്കുന്നത് പേര്. ഇപ്പം അടുത്ത കുഞ്ഞിരിപ്പുണ്ട്. സിംഗിളായിട്ടാണ് കുഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും സിംഗിളായിട്ടാണ് വെച്ച് ഇറക്കുന്ന കുഞ്ഞന്മാരെ മോസ്റ്റ്ലി. ഇത് വന്നിട്ടാണ് അതിൻ്റെ കുഞ്ഞ്. ജസ്റ്റ് ഇതും ഒരേ കളിയാണല്ലോ. അല്ല, ഇത് 4 കല്ലിയായി. 4 കല്ലിയാ. ഓക്കെ, ഇതിനനുസരിച്ച് പറത്തിയില്ല. ഒരു ടൈം എത്ര വെക്കുമെന്നുള്ളത് പറയാൻ പറ്റുമോ? എന്നിട്ട് ജാക്സിനൊക്കെ അതിൻ്റെ അത് ഞാൻ അത് 9 ചില്ലറ പറത്തിയില്ലേ? ഇല്ലേ, ഞാൻ പറത്തി. അപ്പം വെട്ടി വെച്ചിരുന്നത് ഇല്ല. അത് നല്ല പ്രാവില്ല. അതൊക്കെ പോയി വൈരി കൊണ്ടേ പോയി. ഇതൊരു കുഞ്ഞ്. ഇത് ചുറ്റിച്ചതേ ഉള്ളു. 5 കല്ലിയായി. ഇതിപ്പോൾ 4 മണിക്കൂർ ചുറ്റിച്ച്. ഇതിപ്പോൾ എത്ര കല്ലിയായി? ഇപ്പോൾ 5 കല്ലിയായി. 1 2 3 4 5 കല്ലിയായി. ഇപ്പോഴേ വീണ് പറത്തിക്കൊണ്ടിരിക്കുന്നത്. കല്ലി എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പ്രായത്തിന്റെ കാര്യമാണ് പറയണത്. പ്രാവ് ഇറങ്ങി ഒരു പറക്കുന്ന ഒരു പ്രായം തൊട്ട് 5 കല്ലി, ഇവിടെ 10 കല്ലി. ഈ തൂവല് അങ്ങോട്ട് ഇങ്ങനെ ഇവിടുന്ന് ഈ 1 2 3 4 5 6 7 8 9 10. ഇതിന്റെ പറവ തൂവലെന്ന് വെച്ചാൽ യഥാർത്ഥ എയർ തൂവലാണ് ഈ 10 എണ്ണം. അതിൽ ഇവിടുന്ന് ഫസ്റ്റ് കല്ല് ഇത് വീഴും, രണ്ടാമത്തെ കല്ല്, 3 കല്ല്, അങ്ങനെ ഓരോന്ന് വീണ് ലാസ്റ്റ് ഇത് എത്തുമ്പോഴേക്കും ഫുൾ പ്രായമായി. അപ്പോഴേ ജോഡി ഇടാൻ പറ്റുള്ളൂ. ജോഡി ഇടാനായാലും ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രാവിന്. നമ്മൾ ഇന്നലെ
കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്രാവുകൾ പറത്താൻ വിട്ടുന്ന പ്രാവുകൾ ഇപ്പോഴും സ്റ്റില്ല് പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈരിയുടെ ശല്യമുണ്ട് മുകളിൽ. ജസ്റ്റ് കൂട്ടിൻ്റെ മുകളിലോട്ട് വരുമെന്നുണ്ടെങ്കിൽ പ്രാവിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടോപ്പ് കാണാൻ പറ്റില്ല. മുന്നിൽ ഹൈറ്റിരിക്കുന്നു. ഇപ്പം ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പോയതേ ഉള്ളൂ. പക്ഷേ നല്ല ഹൈറ്റ് കയറി. ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം ജസ്റ്റ് കാണാം. നമ്മൾ അതിൻ്റെ അതിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഇത് മുന്തിരി കണ്ണിലാണ്. ഇത് വെട്ടി വെച്ചിരിക്കുന്നു. പറത്തി വെട്ടി വെച്ച് അടുത്ത ഇതിൻ്റെ പാരൻസ് വന്നിട്ട് ഇത് ഞാൻ കൊടുത്താണ്. ഓ, അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. മെയിലാണ് മെയിൽ. ഞാൻ സ്ഥലം തന്നു വരും. പിന്നെ ഇതിൻ്റെ തള്ള നേരത്തെ കാണിച്ചു നമ്മൾ. ഇതേ സെയിമിലൊരു മെയിലുണ്ടായിരുന്നു, തനി വെള്ള. അതേ സെയിമിന് വീഴുന്നതാണ്. ഇത് എനിക്കിവിടെ കുഞ്ഞു വിരിഞ്ഞാൽ ഇതാണ് എൻ്റെ റിങ്. എൻ്റെ ഫോൺ നമ്പരും ലോഫ്റ്റും എല്ലാം ഉള്ള റിങ്ങാണിത്. അനിൽ ലോഫ്റ്റ് മുല്ലൂര്. എൻ്റെ ഫോൺ നമ്പരും. ഇതിൻ്റെയും ഇതിന് ഇട്ടിരുന്ന ഒരു തനി വെള്ളം ഉണ്ടായിരുന്നു, അത് വൈരി അടിച്ചളഞ്ഞ്. വേറെ ഒന്ന് വേറെ പറഞ്ഞ ഒന്ന് ഇതാ പോണ്. നമ്മളെ മൂന്ന് ഇതാ പറഞ്ഞു. ക്യാമറ കാണിക്കാൻ പറ്റില്ല. കണ്ട ഇതിൻ്റെ കുഞ്ഞാണ്, പക്ഷെ ചുണ്ട് കണ്ട ഇപ്പോഴും നല്ല സൈസ് ഉണ്ടല്ലേ. ഇത് കുഞ്ഞാണ്. ഇതിൻ്റെ കുഞ്ഞാണ്. ഓക്കെ ഓക്കെ. അതിൻ്റെ പാരൻ്റ് അച്ഛൻ പ്രാവ് അത് ഇത് കുഞ്ഞ്. ഇതിൻ്റെ ഇത് ആണ് വൈരി അടിച്ചോളൂ. വൈരി അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബാക്കി റേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് അല്ലാണ്ട് അടുത്ത് ചോദിച്ചാൽ മതി. അല്ലാണ്ട് പറഞ്ഞു തരുന്നത്. വലിയായി ഇതൊക്കെ റേറ്റ് ഇപ്പം പറയാമോ? വിളിച്ചു വാങ്ങിക്കുമ്പോൾ പറയാം. എന്നിട്ട് അവർക്കൊരു ഉദ്ദേശം ഒരു വില പറയണമല്ല, അവരും പറയില്ല. നമ്മൾ അങ്ങനെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തത്. റേറ്റ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ അല്ലാണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അതിനുള്ള തന്നെ പറഞ്ഞു തരും എത്രയാണ് വരുന്നതും ബാക്കിയുള്ള അതിൻ്റെ റിസൾട്ട് എല്ലാ കാര്യങ്ങളും ചേർത്ത് പറഞ്ഞു തരും. ഇതിപ്പോൾ 4 കല്ലിയതേ ഉള്ളൂ. ഇതിപ്പോൾ അത് കുഞ്ഞാണ്. ഇപ്പോൾ പുറത്തേക്കില്ലേ തൊന്ത? അതിൻ്റെ തൊന്ത പുറത്തേക്ക് തന്നെയാണ്. ഇതിപ്പം 3 ആൾക്കാർ വിട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ച കുഞ്ഞാ? അല്ലല്ല, ഇത് അത് കൊടുക്കണ്ട. ഇപ്പം 4 ഞാൻ അതിനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു ഇപ്പം. ഓക്കെ ഓക്കെ ഓക്കെ. അതിനെ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ 6 മണിക്കൂർ പാർട്ടി 4 ആയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. 6 മണിക്കൂർ പാർട്ടി ഉള്ളൂ. ഞാനത് കൊടുക്കില്ല. ഓക്കെ. ഇനി ഇതിൽ ഈ ആളും കൂടെ കൊടുക്കാമല്ലേ? ഓ, അത് കുഞ്ഞ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു 1 2 3 4 5 6 7 8 കുഞ്ഞന്മാരുണ്ട്. അതേ സമയത്ത് തന്നെ ബ്രീഡിംഗ് പെയർ ഒരു ആവശ്യമുള്ള കൊടുക്കാം. ഒരു 10-12 ബ്രീഡിംഗ് പെയറും കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലാണ്ട് അയക്കുക. അതിൻ്റെ റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അണ്ണൻ തന്നെ പറഞ്ഞു തരും. എന്നിട്ട് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ വന്നിട്ട് നമ്മൾ ഈ അല്ലാണ്ട് ലോഫ്റ്റിലുള്ള പ്രാവുകളെയാണ് കാണിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏത് പ്രാവാണ് ഇഷ്ടം, അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ളവർ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അധികം ഇൻഫർമേഷൻ അതിൽ നിങ്ങൾക്ക് കിട്ടും. വന്നിട്ട് പ്രാവുകളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെ കൊടുക്കുന്ന മരുന്ന്, ഫുഡായാലും അതേപോലെ തന്നെ അതിൻ്റെ ട്രെയിനിങ് രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വീഡിയോസിനിടയിൽ സംസാരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വന്നിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി അല്ലാണ്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.